ഹലോ പറഞ്ഞോളൂ. ഇച്ചിന്റെ മൊബൈലിലേ പറഞ്ഞോളൂ. ഇച്ചിന്റെ മൊബൈലിൽ എന്താന്നാ ഒരു കോളിന് വരുന്ന സമയത്ത് പുകട്ടൂടിക്കാണ്ട് ഒരു ജാതി കഥ. ഹലോ പറഞ്ഞോളൂ സർ, കേൾക്കുന്നുണ്ട്. എന്താ പുകട്ടൂടൽ ഇങ്ങനെ? സർ താങ്കൾ പറഞ്ഞു വ്യക്തമല്ല. താങ്കൾക്ക് ഒരു കോള് എന്നും ഇപ്പൊ വരുന്നതൊന്നും റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണോ പറയുന്നത്? അല്ല, എന്താന്നാ കോള് വരുമ്പോഴാണ് ഈ പുകട്ടൂടല്. ഹലോ അതിനെന്താ ജഡ്ജഞ്ഞ്? ഞാനെന്റെ പേരക്കുട്ടികൾക്കൊക്കെ കാട്ടി കൊടുത്തിട്ട് എന്താ ജഡ്ജാന്ന്. അപ്പൊ ഓല് എന്നോട് പറഞ്ഞു ഇങ്ങനെ, പിന്നെ അത് ഈ 121 വിളിച്ചാ മതി പറഞ്ഞു. ഹലോ സർ, താങ്കൾക്ക് ഇപ്പൊ ഇൻകമിംഗ് കോള് കിട്ടുന്നില്ല എന്നാണോ? താങ്കൾക്ക് കോള് വരുന്നതൊന്നും എടുക്കാൻ പറ്റുന്നില്ല? ഇങ്ങോട്ട് വരുമ്പോ എന്ത് കോളാന്ന് അറിയില്ല. ഇങ്ങോട്ട് വരുമ്പോ പുകട്ടൂടാണ്. എന്ത് സർ? പുകട്ടൂടികാണ്ട് ഒരു കഥ. സർ പറയുന്നത് വ്യക്തമല്ല. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഹാൻഡ്സെറ്റ് കൊടുക്കാവോ? വേറെ പിന്നെ പേരക്കുട്ടികളെ വാച്ചങ്ങളാടാ ആറ്റങ്ങളൊക്കെ അതാ മണ്ടിന്. ഒരു മനുഷ്യനോട് വർത്താനം പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ ആയാലും എങ്ങനെയാടാ? സർ ദയവായി ക്ഷമിക്കുക. താങ്കളുടെ കംപ്ലൈന്റ് എന്തെന്ന് ക്ലിയർ ആയി പറയാതെ എനിക്ക് അതിനെ കുറിച്ച് പറഞ്ഞുതരാൻ പറ്റില്ല. ക്ഷമിക്കേ? ആര്? ഹലോ, എന്ത് ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടതെന്ന് പറയൂ സർ. ഒരു വിഷയം വരുമ്പോ ആണ്ടും കൊണ്ടൊക്കെ നല്ല വർത്താനം പറയണ്ട നിങ്ങള്. സർ താങ്കൾ എന്ത് കംപ്ലൈന്റ് ആണ് പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ദയവായിട്ട് എന്ത് സർവീസ് പറയൂ. കംപ്ലൈന്റ് തന്നെ പിന്നെ ഈ പുകട്ടൂടലാണ് ആകെ വെച്ചാത്തത്. മിഞ്ഞാന്നാ കുഞ്ഞായമാജി വിളിച്ചപ്പോഴേ. ഹലോ സർ, താങ്കളുടെ സിം ഞങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. കുഞ്ഞായമാജി വിളിച്ചപ്പോഴാണ് ഈ പ്രശ്നം കണ്ടത്. ഞാനാണ് ആ പള്ളിയൊക്കെ പോണ നേരം വരുന്ന അപ്പൊ. ഹലോ താങ്കൾ ദയവായിട്ട് അടുത്തുള്ള ഷോറൂം ഉണ്ടായില്ലേ, ഹാൻഡ്സെറ്റിന്റെ ഷോറൂം ഉണ്ടായിരിക്കില്ലേ? ആര്? ഹാൻഡ്സെറ്റ് മോഡൽ ഏതാന്ന് അറിയാമോ? അതൊന്നും ഇച്ച് തിരിയില്ല. ഇതിപ്പം കൊടുത്തയച്ചാണ്, കുഞ്ഞുമ്മൻ കൊടുത്തയച്ചാണ്. താങ്കൾ ദയവായിട്ട് അടുത്തുള്ള ഓഫീസ് ഞാൻ കുഞ്ഞുമാന്റെ അടുത്തൊന്ന് കാണിച്ചു കൊടുക്കത്തോട്ടെ. ഓൻ എന്താ കാട്ടണെന്ന് നോക്കാം.